അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് ഉന്നത കുല ജാതർ അല്ലെങ്കിൽ BJP അതും അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെ പേടിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ പേടിക്കുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന ആശയം അയാളുടെ ജീവിതങ്ങളാണ്, അയാളുടെ ജീവിത പാഠങ്ങളാണ്. വേടൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന കൊള്ളരുതായ്മകളും തന്തയില്ലായ്മയും മുന്നോട്ട് വരച്ച് കാണിക്കാൻ വേണ്ടിയുള്ളൊരു രാഷ്ട്രീയമാണ്. ഇനി വേടൻ്റെ ആദർശം എന്താണെന്ന് ചോദിച്ചാൽ ആ വേടൻ അനുഭവിച്ചതും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇന്നലകളിലും എല്ലാവരും അനുഭവിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് വേടൻ്റെ ആദർശം. അപ്പോൾ ഈ ഒരു കാര്യം വേടൻ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് വേടൻ വരുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ അടിമത്തത്തിന് ഇരയാക്കപ്പെടുന്ന ആളുകളുടെ ഒരു പ്രതീകമായിട്ടാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നിലേക്ക് വരുന്നത്, ഒരു ലീഡർ. ആ ലീഡറിനെയാണ് എല്ലാവർക്കും ഭയം. ആ ലീഡർ എന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചമർത്തുന്നതല്ല ഇവരുടെ ആവശ്യം. ആ ലീഡറിനെ പോലെ ഇനി ഒരാൾ വരാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. വേടനെ അടിച്ചമർത്തണമെന്ന് ഇവർക്ക് ആർക്കും ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ വേടനെ അടിച്ചമർത്തണമെന്ന് ഒരു ലക്ഷ്യവുമില്ല. പക്ഷേ വേടൻ